കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠത്തിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു, പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള സ്ക്രിബസ് ആണ്. എന്താണ് സ്ക്രിബസ് എന്ന് നോക്കാം. സ്ക്രിബസ് ഈസ് എ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷൻ അല്ലേ. കമ്പ്യൂട്ടറിൽ നമുക്ക് ഡോക്യുമെൻറ്റുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഒരു ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷനാണ് സ്ക്രിബസ്. പേജ് മേക്കർ ആൻഡ് പബ്ലിഷർ ആൾസോ ഫാൾ ഇൻ ദി സെയിം കാറ്റഗറി. അപ്പം ഈ ഡെസ്ക് ടോപ്പ് പബ്ലിഷിങ്ങിൽ വരുന്ന 2-3 ആപ്ലിക്കേഷനുകളാണ് പേജ് മേക്കറും പബ്ലിഷറും. ഇത് സ്ക്രിബസ് പോലെ സെയിം കാറ്റഗറി വരുന്നതാണ് സ്ക്രിബസ്, പേജ് മേക്കർ ആൻഡ് പബ്ലിഷർ. These applications have many features for preparing books, magazine and newspapers for publication. ഇപ്പോൾ പബ്ലിക്കേഷന് ഉതകുന്ന രീതിയിലുള്ള ന്യൂസ് പേപ്പേഴ്സ്, മാഗസീന്, ബുക്സ് ഇതൊക്കെ നിർമ്മിക്കുന്ന ഏത് ആപ്ലിക്കേഷനാണ് മുകളിൽ പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മെയിനായിട്ട് ചെയ്യുന്നത്. സ്ക്രിബസ് ഉപയോഗിക്കാം, പേജ് മേക്കർ ഉപയോഗിക്കാം, ആൻഡ് പബ്ലിഷർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ് എന്തോന്ന്, ബുക്സ്, മാഗസീൻ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നിർമ്മിക്കുന്നത്. പബ്ലിഷിംഗ് സോഫ്റ്റ്വെയർ ഗീവ്സ് ഇമ്പോർട്ടൻസ് ഫോർ ഡൂയിങ് ലേഔട്ട് ആൻഡ് ഡിസൈൻ. അപ്പം ഒരു പേജ് ഈ പബ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അവിടെ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഡിസൈൻ എങ്ങനെ, ഇമേജ് എവിടെ വരണം, അക്ഷരങ്ങൾ എവിടെ വരണം, പിന്നെ മെയിൻ ഹെഡിങ് എങ്ങനെ അറിയണം, ഏത് നിറത്തിൽ വരണം, ആ പേജിൻ്റെ ലേ ഔട്ട് അല്ലേ, അതിൻ്റെ ഡിസൈൻ, ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് ഈ ഡെസ്ക്ടോപ്പ് പബ്ലിക്കേഷനിൽ മെയിനായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഡോക്യുമെൻ്റ് അക്ഷരങ്ങൾ അതത് രീതിയിൽ എന്ത് ചെയ്യും, പാരഗ്രാഫ് അതൊക്കെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്ക്രിബസിലൂടെ മനസ്സിലാക്കേണ്ടത്. സ്ക്രിബസ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. സ്ക്രിബസ് എന്താണ്, ഫ്രീ സോഫ്റ്റ്വെയർ ആണ് അല്ലേ. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ക്യാഷ് ഒന്നും കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഇത് സ്ക്രിബസ്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് സപ്പോർട്ട് യൂണിക്കോഡ് അല്ലേ. സ്റ്റാൻഡേർഡ് എൻകോഡിംഗ് രീതി, ഇത് സ്റ്റാൻഡേർഡ് എൻകോഡിംഗ് രീതി എന്ത് ചെയ്യാം, നമുക്ക് സ്ക്രിബസിലൂടെ എന്ത് ചെയ്യാം, സ്ക്രിബസ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു സ്റ്റാൻഡേർഡ് എൻകോഡിംഗ് രീതി. ഇറ്റ് ഹാസ് ആൻ അഡ്വാൻറ്റേജ് ദാറ്റ് ഇറ്റ് സപ്പോർട്ട് യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് കോഡ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളുടെ കൺവേർഷൻ സ്റ്റാൻഡേർഡ് കോഡ് എന്ത് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നു. യൂണിക്കോഡ് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് സ്ക്രിബസ്. സ്ക്രിബസ് ഈസ് എ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷൻ. സ്ക്രിബസ് എന്ന് പറഞ്ഞൊരു ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷനാണ്. ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷന് കാറ്റഗറി വരുന്ന സോഫ്റ്റ്വെയറുകൾ ആപ്ലിക്കേഷനുകളാണ് പേജ് മേക്കർ, പബ്ലിഷർ, അതുപോലെ സ്ക്രിബസ്. ഓക്കെ, ഈ ആപ്ലിക്കേഷനുകൾ മെയിനായിട്ട് എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്, പേജ് ലേഔട്ടും അതിൻ്റെ ഡിസൈനുകളൊക്കെയാണ്. ഓക്കെ, പേജ് ലേഔട്ടും അതിൻ്റെ ഡിസൈനുകളാണ്. പിന്നെ പറയുന്നത് എന്താണ്, ഇത് ഒരു ഫ്രീ സോഫ്റ്റ്വെയറും ആണ്, അതുപോലെ തന്നെ യൂണിക്കോഡ് എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സ്ക്രിബസിൻ്റെ ഐക്കൺ, ആപ്ലിക്കേഷൻ ഐക്കൺ ഇതാണ്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ലാടെക്. ലാടെക് എന്ന് പറയുന്നതാണ്. ടുഡേ ദർ ആർ മെനി ആപ്ലിക്കേഷൻ ഫോർ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ്. നമ്മൾ കുറച്ച് ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗ് ആപ്ലിക്കേഷനുകളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ നമുക്ക് എന്തുണ്ട്, പബ്ലിഷിംഗ് ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലാടെക് ഈസ് ഓൺ സച്ച് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ക്രിയേറ്റിംഗ് സയൻറ്റിഫിക് ആർട്ടിക്കിൾസ് ആൻഡ് റിസർച്ച് റിപ്പോർട്ട്സ്. അപ്പോൾ ലാടെക് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയാണ്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ക്രിയേറ്റിംഗ് സയൻറ്റിഫിക് ആർട്ടിക്കിൾ ആൻഡ് റിസർച്ച് റിപ്പോർട്ട്സ്. അപ്പോൾ ഈ ലാടെക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, സയൻറ്റിഫിക് ആർട്ടിക്കിളുകളും ആൻഡ് റിസർച്ച് റിപ്പോർട്ട്സുകളും നിർമ്മിക്കാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലാടെക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് സെവറൽ ഫീച്ചേഴ്സ് ഫോർ ടൈപ്പ് സെറ്റിംഗ് സിമ്പിൾസ് ആൻഡ് ഇക്വേഷൻസ് യൂസ്ഡ് ഇൻ സയന്റിഫിക് റിപ്പോർട്ട്സ് അല്ലേ. സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇക്വേഷൻസും സിമ്പിൾസും ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സാധാരണ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ ചിലപ്പോൾ ഇത്രയും ഇക്വേഷനും സിമ്പിൾസും കിട്ടുന്ന വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി സിമ്പിൾസും ഇക്വേഷൻസൊക്കെ അതിൻ്റെ ടൈപ്പ് സെറ്റിംഗ് എങ്ങനെ
അതിൻ്റെ ടൈപ്പിംഗ് രീതികളൊക്കെ സെറ്റ് ചെയ്യുന്ന സിമ്പിൾസും ഇക്വേഷൻസൊക്കെ സെറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഏത് ലാടെക്. ആ ലാടെക് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സയന്റിഫിക് ആർട്ടിക്കിളും റിസർച്ച് റിപ്പോർട്ട്സൊക്കെ എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. ഇൻ റൈറ്റർ ഓർ അതർ സച്ച് ആപ്ലിക്കേഷൻ അല്ലേ, നമ്മൾ റൈറ്ററാണ് ഇപ്പോൾ പഠിക്കുന്നത് അല്ലേ. റൈറ്റർ അല്ലെങ്കിൽ അതുപോലത്തെ ഏത് ആപ്ലിക്കേഷനും നമ്മൾ എന്താ ചെയ്യുന്നത്, യു ക്യാൻ ഫസ്റ്റ് ടൈപ്പ് ദ ടെക്സ്റ്റ് ആൻഡ് ദെൻ ഫോർമാറ്റ് അല്ലേ. നമ്മൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തതിനു ശേഷം അതിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നു, അതിന് നിറം കൊടുക്കുന്നു, അതിന് സൈസ് മാറ്റി കൊടുക്കുന്നു, അതിന് പിന്നെ നല്ലൊരു ഫോണ്ട് ഫാമിലി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള ഡെക്കറേഷൻസും പിന്നെ അണ്ടർലൈനും ഇറ്റാലിക്സും അങ്ങനെയുള്ള പല രീതിയിലും കൊടുക്കുന്നു, ഫോർമാറ്റ് ചെയ്യുന്നു. എന്നാൽ ബട്ട് വി ക്യാൻ ക്രിയേറ്റ് ദി ഡോക്യുമെന്റ് യൂസിങ് ലാടെക് ലാംഗ്വേജ് വിച്ച് ദാറ്റ് ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് സിമിലർ ടു ദി HTML ലാംഗ്വേജ്. ഓക്കെ, HTML ലാംഗ്വേജ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിനെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലാടെക്. ആ ആപ്ലിക്കേഷൻ ഓഫ് ലാടെക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ HTML സാധാരണ ഉപയോഗിക്കുന്നത് ക്രിയേറ്റിംഗ് വെബ് പേജസ് ആണ്. അപ്പം നമ്മൾ ലാടെക് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഡോക്യുമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. There are editors like TextMaker, TextStudio and TextWorks that help you to create document using the LaTeX language. Okay, ഈ പറയുന്ന ലാടെക് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളാണ്, ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ പറയുന്നത് TextMaker, TextStudio ആൻഡ് TextWorks എന്ന് പറയുന്ന ആപ്ലിക്കേഷനുകൾ. ഓക്കെ, ഇതാണ് ലാടെക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ബിഹൈൻഡ് ദി ലാടെക്. Okay, the computer scientist Donald Knuth developed a program called TeX in 1977 for typesetting technical documents. Technical documents documents തയ്യാറാക്കുന്നതിലേക്കുള്ള അതിൻ്റെ ടൈപ്പ് സെറ്റിംഗ് വരുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചതാണ്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സിനായിട്ടുള്ള ടൈപ്പ് സെറ്റിംഗ് രീതിയിലുള്ള ഒരു പ്രോഗ്രാം, ഒരു ഡോക്യുമെൻ്റ്, സയൻറ്റിഫിക് ഡോക്യുമെൻറ്റുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, ആർട്ടിക്കിളൊക്കെ നിർമ്മിക്കാൻ വേണ്ടി, ടെക്നിക്കൽ വേർഡ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം നിർമ്മിച്ചതാണ് ഡൊണാൾഡ് നൂത്ത്. 1977 നിർമ്മിച്ചു. അതിൻ്റെ പേരെന്താണ്, ടെക് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇതാണ് ഡൊണാൾഡ് നൂത്ത്. ഓക്കെ, ദെൻ ലാടെക് ഈസ് എ പ്രോഗ്രാം ബേസ്ഡ് ഓൺ ദിസ് that was developed by Leslie Lambert. അപ്പോൾ ഈ ഒരു ടെക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ധരിച്ചുകൊണ്ട് ലാടെക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തു. ആരാണ്? ലെസ്ലി ലാംബോർട്ടാണ്. എന്ത് ഡെവലപ്പ് ചെയ്തെടുത്തത്? ലാടെക് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് ലെസ്ലി ലാംബോർട്ട്. ഓക്കെ, ദെൻ നമുക്ക് പഠിക്കാനുള്ള ക്രിയേറ്റ് എ ന്യൂ സ്റ്റൈൽ ആക്ടിവിറ്റി 2.4 ക്രിയേറ്റിംഗ് എ ന്യൂ സ്റ്റൈൽ. എന്താണ് പറയുന്നത്? ഓപ്പൺ സ്കൂൾ റിപ്പോർട്ട് .ott ആൻഡ് ഓപ്പൺ ദി വിൻഡോ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഇൻ ഇറ്റ്. എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. റിപ്പോർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്കൂൾ റിപ്പോർട്ട് .ott എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ദ വിൻഡോ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഇൻ ഇറ്റ്. അതിൽ എന്ത് ചെയ്യുക, സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് വിൻഡോ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മൾ പഠിച്ചതാണ്. റൈറ്റ് ക്ലിക്ക് ഹെഡിങ് ഇൻ ദി പാരഗ്രാഫ് സെക്ഷൻ ആൻഡ് സെലക്ട് ന്യൂ. വി ആർ ക്രിയേറ്റിംഗ് ദ സ്റ്റൈൽസ് ഫോർ ക്രിയേറ്റിംഗ് ആഫ്റ്റർ ആൾ. അപ്പോൾ നമ്മൾ ഹെഡിങ്ങിൽ, പാരഗ്രാഫിൽ ഹെഡിങ്ങിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മൾ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന പാരഗ്രാഫ് സെക്ഷനിൽ ഹെഡിങ്ങിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ വരും, മോഡിഫൈയും ന്യൂവും വരും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ദെൻ എന്താ പറയുന്നത്, ഇൻ ദ വിൻഡോ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ സ്റ്റൈൽ സെലക്ട് ദി ഓർഗനൈസർ ടാബ് ആൻഡ് ഗീവ് ദി നെയിം മെയിൻ ഹെഡിങ് ഫോർ ദി ന്യൂ സ്റ്റൈൽ. അപ്പം നമ്മൾ തുറന്നു വരുന്ന പോപ്പപ്പ് ആവുന്ന വിൻഡോയിൽ എന്തുണ്ട്, ഓർഗനൈസർ ടാബ് ഉണ്ട്. ആ ഓർഗനൈസർ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിൻ ഹെഡിങ് ഫോർ ദി ന്യൂ സ്റ്റൈൽ, അവിടെ എന്ത് ചെയ്യുക, മെയിൻ ഹെഡിങ് എന്ന് കൊടുക്കുക. നമ്മൾ പേര് ചോദിക്കുന്നിടത്ത് എന്ത് ചെയ്യുക, മെയിൻ ഹെഡിങ് എന്ന് പറയുന്നിടത്ത്
കൊടുക്കുക. ഓക്കെ, then എന്ന് പറയുന്നത് മേക്ക് ദി ഡിസൈഡഡ് ചേഞ്ചസ് ടു മെയിൻ ഹെഡിങ് സ്റ്റൈൽസ് ആൻഡ് സേവ് അല്ലേ. അപ്പം മേക്ക് ദ ഡിസൈഡ് ചേഞ്ചസ്. അപ്പം നമുക്ക് മെയിൻ ഹെഡിങ്ങിന് ആവശ്യമായ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വരുത്തിയതിന് ശേഷം സ്റ്റൈൽ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ദെൻ സേവ് ദ സ്റ്റൈൽ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ആൻഡ് സേവ് സ്റ്റൈൽസ് ഫോർ സബ് ഹെഡിങ് ആൻഡ് പാരഗ്രാഫ്സ് ഇൻ ദി സെയിം മാനർ. ഈ മുകളിൽ പറഞ്ഞ രീതിയിൽ അതേ രീതിയിൽ എന്ത് ചെയ്യുക, സബ് ഹെഡിങ്ങും നിർമ്മിച്ച് നോക്കാനാണ് പറയുന്നത്. മനസ്സിലായല്ലോ? എന്താ ചെയ്യേണ്ടത്? ആദ്യം സ്കൂൾ report.ott ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. അതിൽ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് സെലക്ട് ചെയ്യുക. പാരഗ്രാഫ് സെക്ഷനിലെ ഹെഡിങ്ങിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിനകത്ത് ന്യൂ മോഡിഫൈയും കാണും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ന്യൂ ക്ലിക്ക് ചെയ്യുക. ദെൻ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിനകത്ത് ഓർഗനൈസർ ടാബിൽ എന്ത് ചെയ്യുക, നെയിം മെയിൻ ഹെഡിങ് എന്ന് കൊടുക്കുക. ദെൻ മെയിൻ ഹെഡിങ്ങിന് ആവശ്യമായ മാറ്റങ്ങൾ, സ്റ്റൈൽസ് എന്തൊക്കെയാണോ, കളറോ നിറം മാറ്റണോ, ദെൻ ഫോണ്ട് ഫാമിലി മാറ്റണോ, ഫോണ്ട് സൈസ് മാറ്റണോ, ഇതെല്ലാം മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇതേപോലെ എന്തും കൂടെ ചെയ്യുക, നമ്മുടെ സബ് ഹെഡിങ് കൂടെ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കതൊന്ന് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ സ്കൂൾ report.odt സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കണ്ടന്റ് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കുന്നു. സ്കൂൾ report.odt ഞാനൊരു റിപ്പോർട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഇവിടെ ഓപ്പൺ ആക്കുന്നു. ദെൻ നമ്മൾ എന്താ പറയുന്നത്, ഓക്കെ, ഇവിടെ മോർ സ്റ്റൈൽസ് ഞാൻ ക്ലിക്ക് ചെയ്തു. അത് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ പാരഗ്രാഫ് സ്റ്റൈൽസിൽ ഹെഡിങ് ഇവിടെ ഹെഡിങ് കാണുന്നുണ്ട്. ഹെഡിങ്ങിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ഉണ്ടല്ലോ, ഹെഡിങ്ങിൽ വെച്ച് ന്യൂ ക്ലിക്ക് ചെയ്യുന്നു. ന്യൂ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന ജാലകത്തിനകത്ത് ഓർഗനൈസർ ടാബിൽ ന്യൂ സ്റ്റൈലുണ്ട്, നെക്സ്റ്റ് സ്റ്റൈലുണ്ട്, ഇൻഹെറിറ്റ് ഫ്രം ഉണ്ട്, കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് കൊടുക്കുന്നു, ഇവിടെ മെയിൻ ഹെഡിങ് എന്ന് നെയിമിൻ്റെ അവിടെ മെയിൻ ഹെഡിങ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, മെയിൻ ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഫോണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണ് നോക്കുക. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്നുണ്ട്. ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഫാമിലി കൊടുക്കേണ്ടത് അത് എന്ത് ചെയ്യുക, കൊടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ, ഞാനിതാ ഇങ്ങനൊരു ഫ്രാങ്ക്ലിൻ ഗോത്തിക് മീഡിയം കോണ്ട് എന്ന് പറയുന്നൊരു ഫോണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ബോൾഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു 20 ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ നോക്കാം. കളറ് ഇപ്പം നമുക്ക് ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്യണം. അപ്പം ഫോണ്ട് കളർ ഇവിടെ ഉണ്ട്. ഫോണ്ട് കളറിൽ നമ്മൾ ഇഷ്ടമുള്ളൊരു നിറം, നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള നിറം അതെന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ എല്ലാം ഓക്കെ ആയതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മെയിൻ ഹെഡിങ് എന്ന് വന്നിട്ടുണ്ടാകും. മെയിൻ ഹെഡിങ് ഇവിടെ മെയിൻ ഹെഡിങ് ഉണ്ട്, കണ്ടല്ലോ. ഹെഡിങ്ങിനകത്ത് മെയിൻ ഹെഡിങ് ഉണ്ട്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്ത്
മെയിൻ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടോ, ആ മെയിൻ ഹെഡിങ്ങിന് നമ്മൾ എന്തെല്ലാം മാറ്റം വരുത്തിയിട്ടുണ്ടോ അതെല്ലാം ഈ മെയിൻ ഹെഡിങ്ങിന് വന്നു ചേരും. ഓക്കെ, ഇതേപോലെ സബ് ഹെഡിങ് നമ്മൾ നിർമ്മിക്കണം. അപ്പോൾ നമ്മളിതിൽ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുക്കുന്നു. ന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഓർഗനൈസർ ടാബിൽ നെയിമിൻ്റെ അവിടെ സബ് ഹെഡിങ് എന്ന് കൊടുക്കുന്നു. സബ് ഹെഡിങ് എന്ന് കൊടുക്കുന്നു. സബ് ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഓർഗനൈസർ ടാബിൽ സബ് ഹെഡിങ് എന്ന് കൊടുത്തതിന് ശേഷം ഇൻഹെറിറ്റ് ഫ്രം എന്നുള്ളിടത്ത് മെയിൻ ഹെഡിങ് ഏതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സബ് ഹെഡിങ് വരണം, അതിൻ്റെ അവിടെ നമ്മൾ ഇൻഹെറിറ്റ് ഫ്രമിൻ്റെ അവിടെ എന്ത് ചെയ്യണം, ആ ഒരു മെയിൻ ഹെഡിങ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നേരത്തെ ചെയ്തപോലെ ഫോണ്ട് ഫാമിലി നമുക്ക് ഇഷ്ടമുള്ളത്, ഞാനിത് ഈ ഫ്രഞ്ച് സ്ക്രിപ്റ്റ് അങ്ങനെ എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോണ്ട് ഫാമിലി, ദെൻ അത് ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ബോൾഡ് ഇറ്റാലിക്സ് ആക്കിയിട്ടുണ്ട്. ദെൻ ഞാനൊരു 16 ഫോണ്ട് സൈസ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോണ്ട് കളർ, ഫോണ്ട് എഫക്ട്സിൽ ഫോണ്ട് കളർ ഞാൻ ഒരു റെഡ് കൊടുത്തു. ദെൻ ഔട്ട്ലൈനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്. ഔട്ട്ലൈനോ ഷാഡോയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ, ബ്ലിങ്കിങ്ങോ ഹിഡനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഓക്കെ, കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മെയിൻ ഹെഡിങ്ങിന് ഒരു പ്ലസ് ചിഹ്നം വന്നിട്ടുണ്ടാകും. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ ഹെഡിങ്ങിൻ്റെ ഭാഗത്താണ് എന്ത് വരുന്നത്, സബ് ഹെഡിങ് വരുന്നത്. ഓക്കെ, ഈ അൾട്രാസൗണ്ട് എന്ന് പറയുന്ന സബ് ഹെഡിങ് ആണെന്ന് കരുതുക. ഞാനതിൽ മെയിൻ ഹെഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, സബ് ഹെഡിങ് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം അൾട്രാസൗണ്ട് ഒരു സബ് ഹെഡിങ് ആണെന്ന് കരുതുക. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മെയിൻ ഹെഡിങ്ങിലെ സബ് ഹെഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ എന്ത് ചെയ്യാം, സബ് ഹെഡിങ്ങും മെയിൻ ഹെഡിങ് ഒക്കെ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആക്ടിവിറ്റിയിലൂടെ നമ്മളത് പഠിക്കണം. എങ്ങനെയാണ് പുതിയൊരു ഹെഡിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നേരത്തെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്ത് ടെംപ്ലേറ്റ് ആക്കി ചെയ്ത് വെക്കുന്നത്. അത് ഇങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നോർമലി ഹെഡിങ്ങും സബ് ഹെഡിങ്ങൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ട് ആവശ്യാനുസരണം എന്ത് ചെയ്താൽ മതി, ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയുമാണ് ആക്ടിവിറ്റി 2.4. Then when creating a new style, ഓക്കെ, അത് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്, ഓർഗനൈസ് ടാബിൽ ഹെഡിങ് എന്ത് ചെയ്യുന്നു, ഇൻഹെറിറ്റ് ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഇൻഹെറിറ്റ് ഓപ്ഷനിൽ നമ്മൾ ഓർഗനൈസ് ടാബിലെ ഇൻഹെറിറ്റ് ഓപ്ഷനിൽ മെയിൻ ഹെഡിങ് എന്ന് കൊടുത്തത് കൊണ്ടാണ് സബ് ഹെഡിങ് ആരുടെ ഇതായിട്ട് വന്നത്, മെയിൻ ഹെഡിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് സബ് ഹെഡിങ് വന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് ഇൻഹെറിറ്റ് ഓപ്ഷൻ. ഓർഗനൈസർ ടാബിലെ ഇൻഹെറിറ്റ് ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതിൻ്റെ ഇൻഹെറിറ്റ് അല്ലെങ്കിൽ ഏതിൻ്റെ പാർട്ടായിട്ടാണോ വരേണ്ടത് അവിടെ എന്ത് എടുക്കുക, ആ ഒരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത്രയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ടേബിൾ ഓഫ് കണ്ടന്റ്, ഇൻഡെക്സ് ആൻഡ് ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ടിവിറ്റി 2.5 എന്താണ്, ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളടക്ക പട്ടിക. ഓക്കെ, നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഉള്ളടക്ക പട്ടിക. ആ ഉള്ളടക്ക പട്ടിക നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഉള്ളടക്ക പട്ടിക എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓപ്പൺ ദ സ്കൂൾ റിപ്പോർട്ട് ദാറ്റ് വി പ്രിപ്പയർഡ്. ഓക്കെ, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ടേക്ക് ദ കഴ്സർ ടു ദ പ്ലേസ് വെയർ ദ ടേബിൾ ഓഫ് കണ്ടന്റ് അപ്പിയർ. എവിടെയാണോ നിങ്ങൾക്ക് ടേബിൾ ഓഫ് കണ്ടന്റ് വേണ്ടത് അവിടെ എന്ത് ചെയ്യുക, കഴ്സർ കൊണ്ട് വെക്കുക. Then select index and table from the insert menu. Insert മെനുവിൽ നിന്ന് index and table എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നാലാമത് എന്താ പറയുന്നത്, in the window that appears give suitable heading and background color for the table of content and click OK. ഓക്കെ, ഇപ്പോൾ തുറന്നു വരുന്ന ജാലകത്തിനകത്ത് എന്തൊക്കെയാണോ that appears അല്ലേ, തുറന്നു വരുന്ന ജാലകത്തിനകത്ത് suitable heading and background color for the table of content and click OK. അപ്പം അതിന്
ടേബിൾ ഓഫ് കണ്ടന്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതിൽ വരേണ്ട സെറ്റിങ്സ്, കളറ്, ബാക്ക്ഗ്രൗണ്ട് നിറം, പിന്നെ ഹെഡിങ്ങിൻ്റെ സൈസ്, അതിൻ്റെ ഫോണ്ട് ഫാമിലി, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുത്തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ചെയ്യാം, അതിലൂടെ ആ തുറന്ന ജാലത്തിനകത്ത് കൊടുത്ത് ക്ലിയർ ആക്കാം. ഓക്കെ, ഇത്രയുമാണ്. നമുക്ക് ജസ്റ്റ് ഒന്നത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇൻട്രൊഡക്ഷൻ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്തിരിക്കണം, ഏതെങ്കിലും ഒരു ഹെഡിങ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഹെഡിങ്സ് നമ്മൾ കണ്ടന്റിൽ ഉള്ളടക്ക പട്ടികയിൽ വരേണ്ട കണ്ടന്റുകളെല്ലാം എന്ത് ചെയ്തിരിക്കണം, ഏതെങ്കിലും ഒരു പാരാഗ്രാഫിലെ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ജസ്റ്റ് വേറൊരു വർക്കാളത്, വേറൊരു ഹെഡിങ് 3 കൊടുത്തിട്ടുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂവിന് ഞാനിവിടെ ഹെഡിങ് 4 കൊടുത്തു. then proposed വർക്കിന് ഞാനിവിടെ ഒരു ഹെഡിങ് 4 കൊടുത്തു. then image acquisition ഞാനിവിടെ ഒരു ഹെഡിങ് 1 കൊടുത്തു. ഓക്കെ, ROE ഡിറ്റക്ഷൻ ഞാനിവിടെ ഹെഡിങ് 3 കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെയാണോ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണോ നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ് വരേണ്ടത്, ഉള്ളടക്ക പട്ടിക വരേണ്ടത്, അവിടെ എന്ത് ചെയ്യുക, കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം ഇൻസെർട്ട് മെനുവിൽ എന്താ എടുക്കേണ്ടത്, ഇൻസെർട്ട് മെനുവിൽ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ് എടുക്കുക. അതിൽ ടേബിൾ ഓഫ് കണ്ടന്റ് ഇൻഡെക്സ് ഓഫ് ബിബ്ലിയോഗ്രഫി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുമ്പോൾ ഒരു ജാലകം തുറന്നു വരും, ഒരു വിൻഡോ എന്ത് ചെയ്യും, പോപ്പപ്പ് ആവും. അതിലെന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് എന്താണോ ടൈറ്റിൽ വരേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കണ്ടന്റ് മാത്രം, ഓക്കെ, കണ്ടന്റ്സ് എന്ന് മാത്രം ഞാൻ കൊടുക്കുന്നു. ദെൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒരു നിറം കൊടുക്കുന്നു. ദെൻ നമുക്ക് ആവശ്യമുള്ള എന്ത് ചെയ്യാം, കോളംസ്, അതിൻ്റെ ലൈനുകളും പല രീതിയിലും എന്ത് ചെയ്യാം, ഔട്ട്ലൈൻ വേണമെങ്കിൽ ഔട്ട്ലൈൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാം. എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, ഞാൻ കൊടുത്ത നെയിമിനനുസരിച്ച് ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ക്രിയേറ്റായി വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ അടങ്ങുന്ന പേജ് നമ്പറും എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. പേജ് നമ്പറും അതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ എന്താണ് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പഠിച്ചത്. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പഠിച്ചത്. നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണം, എല്ലാ ഹെഡിങ്ങിനും നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, നമ്മുടെ സ്റ്റൈൽസ് കൊടുത്തിരിക്കണം. കൊടുത്തതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ, ഇതാണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്, ഫ്രോം ദി ടേബിൾ ഓഫ് കണ്ടന്റ് ടു ദ കണ്ടന്റ്. ടേബിൾ ഓഫ് കണ്ടന്റിൽ നിന്ന് കണ്ടന്റിലോട്ട് എന്താണെന്ന് നോക്കാം. ഇഫ് യു ക്ലിക്ക് at the word preface on the content page, it will take us to the preface. Try clicking with the control key pressed on different lines in the content page and understand how it works. ഇപ്പോൾ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പ്രീഫേസിൽ അല്ലെങ്കിൽ ഉള്ളടക്കത്തിലുള്ള ഏതെങ്കിലും ഒരു ഹെഡിങ്ങിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാനാണ് പറയുന്നത്. നമുക്കത് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊപ്പോസ്ഡ് വർക്ക് ഇവിടെ എഴുതി കാണിക്കുന്ന കൺട്രോൾ ക്ലിക്ക് ടു ഫോളോ
എന്താ പറയുന്നത് ഫോളോ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ പ്രൊപ്പോസ്ഡ് വർക്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തു, എന്നിട്ട് പ്രൊപ്പോസ്ഡ് വർക്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ? അപ്പോൾ ആ പ്രൊപ്പോസ്ഡ് വർക്ക് ഉള്ളടക്കത്തിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് ഞാൻ പ്രൊപ്പോസ്ഡ് വർക്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ പേജിലോട്ട് വന്നു. മനസ്സിലായോ? ഇതാണ് എന്ത് പറയുന്നത്, ടേബിൾ ഓഫ് കണ്ടന്റിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ടേബിൾ ഓഫ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, എല്ലാ ഹെഡിങ്ങുകൾക്കും എന്ത് ചെയ്യണം, സ്റ്റൈൽസ് കൊടുക്കണം. സ്റ്റൈൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, ഇൻസർട്ട് മെനുവിൽ പിന്നെ ടേബിൾ ഓഫ് കണ്ടന്റിൽ എന്ത് ചെയ്യുക, ടേബിൾ ഓഫ് കണ്ടന്റ് ബിബ്ലിയോഗ്രഫി സെലക്ട് ചെയ്തതിനു ശേഷം അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെയാണോ ബാക്ക്ഗ്രൗണ്ട് നിറം, അതിൻ്റെ രീതികൾ, അതിൻ്റെ നെയിമിന് വരേണ്ട പേര്, അങ്ങനെയൊക്കെയുള്ള എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് മാറ്റം വരുത്താം. ഇവിടെ ഇപ്പോൾ കണ്ടന്റ് നമുക്ക് മാറ്റം വരുത്തണം. ഓക്കെ, അപ്പോൾ കണ്ടന്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെ കണ്ടന്റ് ഹെഡിങ് വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടന്റ് ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. ആ കണ്ടന്റ് ഹെഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ കൊടുക്കാം. ഇതല്ല വേണ്ടതെങ്കിൽ കണ്ടന്റിൽ ഓക്കെ എന്താ പറഞ്ഞ കണ്ടന്റിൽ ഇവിടെ നമുക്ക് കാണുന്ന കണ്ടന്റിലെ ഈ ഒരു മെത്തേഡല്ല, നല്ലൊരു മോഡൽ രീതിയിൽ നമുക്ക് ആ അക്ഷരത്തിനെ ക്രമീകരിക്കണം, അതേ രീതിയിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്ത് കണ്ടന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏതാണോ അവിടെ കൊടുത്ത സ്റ്റൈൽസ്, ഇവിടെ പാരാഗ്രാഫിൽ നമുക്കിവിടെ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് വിൻഡോയിൽ ഇവിടെ വരും കണ്ടന്റ്സ് ഹെഡിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ കൊടുക്കുക. മോഡിഫൈ കൊടുക്കുമ്പോൾ തുറന്നു വരുന്ന ജാലകത്തിനകത്ത് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഔട്ട്ലൈൻ, ഫോണ്ട് കളർ ഏതെങ്കിലും ഒരു നിറം കൊടുക്കുക. ഓക്കെ, ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൊടുക്കുക. ദെൻ ഫോണ്ട് എടുത്തതിന് ശേഷം ബോൾഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഫാമിലി എന്ത് ചെയ്യും, ഞാൻ ഈ ഒരു ടൈപ്പ് ഫോണ്ട് ഫാമിലി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈസ് 24 കൊടുത്തു. ദെൻ അപ്ലൈ കൊടുക്കുന്നു. ഓക്കെ, അപ്ലൈ കൊടുത്തില്ലെങ്കിലും ഓക്കെ കൊടുത്തിട്ട് അപ്ലൈ സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, അതിന് മാറ്റം വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടന്റുകളും എന്ത് ചെയ്യാം, കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏതാണെന്ന് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടന്റ് 3. വീണ്ടും നമുക്ക് അതിനെന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഏതാണോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബോൾഡ് കൊടുക്കാം, സൈസ് മാറ്റി കൊടുക്കാം. ദെൻ ഫോണ്ട് എഫക്ട്സിൽ പോയിട്ട് കളറ് കൊടുക്കാം. ദെൻ ഔട്ട്ലൈൻ കൊടുക്കാം. പിന്നെ അണ്ടർലൈൻ വേണമെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. നിറം അണ്ടർലൈൻ വേണ്ട നിറം കൊടുക്കാം. ഓക്കെ, അണ്ടർലൈൻ നമുക്ക് ഏതാണോ താല്പര്യം ആ ഒരു അണ്ടർലൈൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതെല്ലാം എടുത്ത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇവിടെ 3.2ഉം 1ഉം മാറാനുള്ള കാരണം ഞാൻ രണ്ടിനും കണ്ടന്റ് 3 ആണ്, ഹെഡിങ്ങിലെ കണ്ടന്റ് 3 ആണ് ഈ രണ്ടിനും കൊടുത്തത്, അതാണ് ആ രണ്ടും മാറിയത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഇതുപോലെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പോലെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഏതിലൂടെ, ഈ പറയുന്ന നമ്മുടെ ഏതിലാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. ഓക്കെ.